ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ്റെ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളെ പോലീസ് എക്സാമിൻ്റെ CPO തുടങ്ങിയ സേനകളിലേക്കുള്ള എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പോക്സോവുമായി ബന്ധപ്പെട്ട PYQs ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം പോക്സോ 2012 അല്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ആ ഒരു പേരിലാണിത് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് പ്രകാരം പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരാണ് അതിൽ ഉൾപ്പെടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ ഇനി അതല്ല തെറ്റായ ഇൻഫർമേഷൻ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റൈറ്റ് ആൻസർ 18 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർക്കെതിരെ മാത്രമേ കുറ്റമാവുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാം, കുട്ടി എന്ന് പറയണമെങ്കിൽ 18 വയസ്സ് താഴെ ആവണം അല്ലേ. അപ്പോൾ തെറ്റായ പോക്സോ കേസ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ എന്താവുള്ളൂ, കുറ്റമായിട്ട് വരുള്ളൂ. പോക്സോ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എല്ലാവർക്കും അറിയാം അല്ലേ, 2012 മെയ് 22 അത് രാഷ്ട്രപതി അംഗീകരിച്ചത് 2012 ജൂൺ 19 അത് നിലവിൽ വന്നത് നവംബർ 14 2012 നവംബർ 14 നമ്മുടെ ശിശുദിനത്തിൻ്റെ ആ ദിവസമാണ്. അപ്പം 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് പാർലമെൻറ്റ് പാസാക്കിയ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം, അതാണ് പോക്സോ അല്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ ആക്ട് 2019 ഭേദഗതി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പാണ് പോക്സോയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശിക്ഷ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല ചിത്രം, പുസ്തകം, അങ്ങനെയുള്ള എന്തിൻ്റെയൊക്കെ സാമഗ്രികളുടെ നിർമ്മാണം എന്നീ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക ഒന്ന്. പിന്നെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ കുറ്റങ്ങളുടെ ക്രൈംസിൻ്റെ വിചാരണക്കായിട്ട് പ്രത്യേക കോടതികൾ അല്ലേ. സാധാരണ കോടതിയാണ് ഒരുപാട് ടൈം എടുക്കും അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പോക്സോ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. പ്രത്യേക കോടതികളാണ് അതിനുള്ളത് പോക്സോ വിചാരണക്കായിട്ട്. പിന്നെ ബാലസൗഹൃദമായ പരമായ നടപടികൾ ഉറപ്പുവരുത്തണം അല്ലേ. അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ അതിക്രമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് ഉണ്ടാക്കണം. അതൊക്കെയാണ് ഈ പോക്സോ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. പിന്നെ ഈ പോക്സോ നിയമപ്രകാരമുള്ള കുട്ടികൾക്കെതിരായ 7 പ്രധാന ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്, 7 പ്രധാനപ്പെട്ടത് പറഞ്ഞിട്ടുള്ളത്. പ്രവേശിത ലൈംഗികാതിക്രമം അത് നമ്മളിപ്പോൾ പഠിക്കുന്നത്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. പിന്നെ അതിൻ്റെ ഗൗരവതരമായതാണ് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം. ഇതിൻ്റെ അഗ്രവേറ്റഡ് ഫോമാണ് രണ്ടാമത്തേൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് 7 പോയിന്റുകളാണ്. നമ്മൾ അതിൻ്റെ പോയിന്റുകൾ ഡീറ്റെയിൽഡ് ഇപ്പോൾ പഠിക്കും. പിന്നെ വരുന്നത് ലൈംഗിക അതിക്രമം, സെക്ഷൽ അസാൾട്ട്, പിന്നെ അതിൻ്റെ ഗൗരവതര ലൈംഗിക അതിക്രമം, പിന്നെ ലൈംഗിക പീഡനത്തെക്കുറിച്ചിട്ട് അശ്ലീല ചിത്രങ്ങളോ വീഡിയോയോ പുസ്തകങ്ങളോ പോലെയുള്ള അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറ്റകൃത്യങ്ങൾ കുട്ടീനോട് ചെയ്യുന്നതും, അതുമാത്രമല്ല കുട്ടിയെ കൊണ്ട് അയാളെയോ അല്ലെ മറ്റാരെങ്കിലും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഒക്കെ എന്താണ്, ശിക്ഷാർഹമാണ്. പിന്നെ കുട്ടി ഉൾപ്പെടുന്ന നീലചിത്രം പോലുള്ള അശ്ലീല വസ്തുക്കൾ സൂക്ഷിക്കുന്നത്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുട്ടികൾക്കെതിരായി വരുന്ന പോക്സോ നിയമപ്രകാരമുള്ള കുട്ടികൾക്കെതിരായ 7 പ്രധാന ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി
ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി ആർക്കൊക്കെയാണ് നൽകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ലോക്കൽ പോലീസ് കൊടുക്കാം ഇല്ലേ, പിന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് കൊടുക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക്, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ നമ്മൾ എല്ലാ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്നതും കാണുന്നതുമാണ് അല്ലേ, അതിൽ റിപ്പോർട്ട് ചെയ്യാം. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അല്ലേ, സ്റ്റേറ്റ് കമ്മീഷനും അതുപോലെ നാഷണൽ കമ്മീഷനും അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരാതി നൽകാം. ആർക്കൊക്കെയാണ് നൽകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തന്നെ നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ എല്ലാവർക്കും തന്നെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. മാതാപിതാക്കൾക്ക് ചെയ്യാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാം, ചൈൽഡ് ലൈന് ചെയ്യാം, ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ, സ്കൂളുകളിൽ നിന്നൊക്കെയാണ് അധികം റിപ്പോർട്ട് ചെയ്യുക അല്ലേ, പിന്നെ ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും ആർക്കും തന്നെ റിപ്പോർട്ട് ചെയ്യുക. കുറച്ച് ലിസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോക്സോയുടെ ബോക്സ് കേട്ടോ. 2016 ഓഗസ്റ്റ് 26 ലോഞ്ച് ചെയ്ത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള സെക്ഷൻസുകൾ ഇതാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ഗൗരവതരമായ കുറ്റകൃത്യമാണ് 5 വരുന്നത്. ഓക്കെ, അപ്പോൾ 3 പണിഷ്മെൻ്റാണ് 4 വരുന്നത്, 3 ഗൗരവമേറിയ കുറ്റകൃത്യമാണ് 5 വരുന്നത്, 5 പണിഷ്മെൻറ്റ് 6 വരും. പിന്നെ 7 ഗൗരവതരമായ കുറ്റകൃത്യം 9, 7 പണിഷ്മെൻറ്റ് 8, 9 പണിഷ്മെൻറ്റ് 10. അങ്ങനെയാണ് വരും കേട്ടോ. എവിടം വരെയാണ് നമുക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ, റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖല അതാണ്. നമുക്ക് നോക്കാം. അപ്പം സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാത്തിൻ്റെയും സെക്ഷൻ 1 അതുമായി ബന്ധപ്പെട്ട ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഡെഫിനേഷനാണ്. പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും പ്രതിപാദിക്കുന്നത് സെക്ഷൻ 1 ഓക്കെ. അപ്പോൾ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 എന്നതാണ് ഈ നിയമത്തിൻ്റെ പൂർണ്ണരൂപം. അത് ഇന്ത്യ ഒട്ടാകെ എന്താണ് ബാധകമാകുന്നതാണ്. ഇനി മൂന്നാമത്തെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടാണ്. പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3 അത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് മലയാളത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3 3 പണിഷ്മെൻ്റാണ് എന്തിൽ വരുന്നത്, 4 വരുന്നത്. അപ്പോൾ പണിഷ്മെൻറ്റ് ഫോർ പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അപ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 4. അപ്പോൾ നമ്മൾ 3 പഠിച്ചിട്ടുള്ളത്. 3 പണിഷ്മെൻറ്റ് വരുന്നത് 4. ഇനി അതിൽ എന്തൊക്കെയൊക്കെയാണ് പണിഷ്മെൻറ്റ്, എന്തെങ്കിലും കുറ്റങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയ ഏതൊരാളും 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാക്കുന്നതുമായ കാലത്തേക്ക് തടവ് ശിക്ഷയ്ക്കും പിഴയ്ക്കും അർഹനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയ ഏതൊരാളും 10 വർഷത്തിൽ, ഇത് PVQ ആണ്, 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാക്കാവുന്നതുമായ കാലത്തേക്ക് തടവ് ശിക്ഷയ്ക്കും മാത്രമല്ല പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഓക്കെ. ഇനി ആ സെക്ഷനിൽ തന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നത് ആരായാലും 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും ജീവപര്യന്തം തടവ് വരെ ദീർഘിപ്പിക്കാവുന്നതും കൂടാതെ പിഴയും കിട്ടും. 16 വയസ്സ് താഴെയുള്ളത് വന്നാലാണ് എത്രയാകുന്നത്, 20 വർഷം വരുന്നത്. ഇനി അതിൽ മൂന്നാമത്തെ പോയിന്റ് വരുന്നത്, ഇത് ഉപവകുപ്പ് 1 പ്രകാരം പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴ ഇരയായ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾക്കായിട്ടും പുനരധിവാസത്തിനായിട്ടും നൽകേണ്ടതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഈടാക്കുന്ന പിഴയുണ്ടല്ലോ, അത് ആ കുട്ടിക്ക് നൽകേണ്ടതാണെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ, പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്നത് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? അല്ല, നമ്മളെ CPO മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 3 എന്ന് പറയുന്നത് നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയാൽ മതി, ഇത് 3 അല്ലല്ലോ.
അഥവാ വായിച്ചിട്ട് പ്രശ്നമുണ്ട് ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി, നമ്മൾ പഠിച്ചത് ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ 3 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇനി നമ്മൾ പറഞ്ഞു 3 ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്, 3ൻ്റെ പണിഷ്മെൻ്റാണ് 4. ഈ 3ൻ്റെ ഗൗരവതരമായ കുറ്റകൃത്യമാണ് എന്തിൽ വരുന്നത്? 5 വരുന്നത്. സെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അല്ലേ. അപ്പോൾ ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവേശിത ലൈംഗിക അതിക്രമമാണേത്? 3. അപ്പോൾ 3ൻ്റെ കാഠിന്യമുള്ളത് ഗൗരവതരമായ അല്ലെങ്കിൽ അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാലാണ് എന്ത് വരിക? 5. അപ്പോൾ 3ഉം 5ഉം എന്താണ്? കണക്റ്റഡ് ആണ് അല്ലേ. ഓക്കെ. ഇനി ആ 5ൻ്റെ പണിഷ്മെൻ്റാണ് എന്തിൽ വരുന്നത്? 6 വരുന്നത്. അപ്പോൾ 3ൻ്റെ ഗൗരവതരമായതാണ് 5, 3ൻ്റെ പണിഷ്മെൻറ്റ് 4, 5ൻ്റെ പണിഷ്മെൻറ്റ് 6. ഓക്കെ. അപ്പോൾ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം സെക്ഷൻ 6 ഭേദഗതി വരുത്തുകയും ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്ത് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 6 പ്രകാരം 6ൽ 1ാമത്തത് പ്രകാരം ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാവുന്നതുമായ കഠിന തടവും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷ. നമ്മൾ പറഞ്ഞില്ലേ ഭേദഗതി പ്രകാരമാണ് വധശിക്ഷ കൂട്ടിയിട്ടുള്ളത് അല്ലേ, വധശിക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഈ എന്താണ് 5ലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് 20 വർഷത്തിൽ കുറയാത്തത്. ഓക്കെ, ഒരു പോയിന്റ്. പിന്നെ എന്താവാം? ജീവപര്യന്തം വരെയാകാവുന്നതുമായ കഠിന തടവും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷയും ലഭിക്കുന്നതാണ്. 3ൻ്റെ കാഠിന്യമുള്ളതാണ് 5. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ശിക്ഷ കൂടുതൽ. ക്വസ്റ്റ്യൻ: 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗൗരവതരമായ ലൈംഗിക അതിക്രമത്തിൽ പെട്ടതിൽ ആണ് ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, അത് പെടുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് ചെയ്യുന്നത് അതിക്രമവും അതിൽ പെടുന്നതാണ്. അപ്പം നമുക്ക് ഇതിൽ ഡി ഓപ്ഷൻ ഇവയൊന്നും അല്ലാതെ കൊടുത്തു. അപ്പം നമുക്കിവിടെ വരുന്നത് കൂട്ടത്തിൽ പെടാത്തതാണല്ലോ ചോദിച്ചത്. അപ്പോൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം എന്തിൽ വരുന്നില്ല? ഈ ഗൗരവതരമായ ലൈംഗിക ആക്രമണത്തിൽ വരുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ ആൻസർ. അപ്പം ഇനി അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒന്നിലധികം തവണ കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം വരുന്നുണ്ട്, ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്നുള്ള കടന്നുകയറ്റത്തിലുള്ള അതിക്രമം വരുന്നുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അതായത് കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലേ, കുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രണ്ടാം അച്ഛൻ രണ്ടാം അമ്മ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ അതെന്താണ് ഗൗരവതരമായ കുറ്റകൃത്യത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ 16 വയസ്സ് താഴെയുള്ള കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ള ലൈംഗിക അതിക്രമം എന്തിൽ വരുന്നില്ല? ഈ ഗൗരവതരമായ ലൈംഗിക ആക്രമണത്തിൽ പെടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 7. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. 3ൻ്റെ പണിഷ്മെൻറ്റ് 4, 3ൻ്റെ കാഠിന്യമുള്ളത് 5, 5ൻ്റെ പണിഷ്മെൻറ്റ് 6. ഓക്കെ, കണക്ട് ചെയ്ത് പഠിച്ചു. 7 എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ലൈംഗിക അതിക്രമ സെക്ഷൽ അസാൾട്ടിനെ കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ അതെന്തായാലും പറയുന്നത് ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ കുട്ടിയെ കൊണ്ട് അയാളെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വേറെ വ്യക്തികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അയാൾ ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലൈംഗിക അതിക്രമം എന്ന്. ഇനി സെക്ഷൻ 8 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 7ൻ്റെ പണിഷ്മെൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ പണിഷ്മെൻറ്റ് ഫോർ സെക്സൽ അസോൾട്ട്, അതായത് ലൈംഗിക അതിക്രമത്തിനുള്ള
ശിക്ഷയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു 3ൻ്റെ ശിക്ഷ 4, 5ൻ്റെ ശിക്ഷ 6, ഇല്ലേ, 7ൻ്റെ ശിക്ഷ 8. ഇതിൻ്റെ കാഠിന്യമുള്ളതാണ് 5 എന്ന് പഠിച്ചു. അപ്പോൾ 7ൻ്റെ ശിക്ഷയാണ് 8 എന്ന് പഠിച്ചു. അപ്പോൾ 7ൻ്റെ പണിഷ്മെൻ്റാണ് 8. എന്താ പണിഷ്മെൻറ്റ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ, തടവ് ശിക്ഷ മാത്രമല്ല എന്തും കിട്ടുന്നുണ്ട്, പിഴ ശിക്ഷയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ 8 എന്താ പറഞ്ഞത്, 7 ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, സെക്ഷൽ അസാൾട്ടിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ: ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്ര വരിക? 3 വർഷത്തിൽ 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയാണ് അല്ലേ. ഇത് നമ്മളെ CPO മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ കുറഞ്ഞ ശിക്ഷ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 വർഷമാണ് കുറഞ്ഞത്. 5 വരെ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ 3 വർഷം വരെയാണ് തടവ്. നെക്സ്റ്റ്, ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ഏതിലാണ് വരുന്നത്? ലൈംഗിക അതിക്രമത്തിലാണ് വരുന്നത് അല്ലേ. ലൈംഗിക അതിക്രമത്തിലാണ് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ 9 അല്ലേ. 3 പഠിച്ചു. 3ൻ്റെ പണിഷ്മെൻറ്റ് 4, 3ൻ്റെ അഗ്രവേറ്റഡ് ഫോമാണ് 5, 5ൻ്റെ പണിഷ്മെൻറ്റ് 6 അല്ലേ. പിന്നെ 7ൻ്റെ പണിഷ്മെൻറ്റ് 8, 7ൻ്റെ അഗ്രവേറ്റഡ് ഫോമാണ് എന്ത്? 9 വരുന്നത്. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ശിക്ഷയും പറഞ്ഞു. ഇനി അതിൻ്റെ ശിക്ഷയാണിത്. അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് 9 പറയുന്നു. അപ്പോൾ സെക്ഷൻ 9 എന്ന് പറയുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടാണ്. 7ൻ്റെ കാഠിന്യമുള്ള രൂപമാണ് അല്ലേ. അപ്പോൾ അതിൽ സെക്ഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകൾ, 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 നമ്മൾ പറഞ്ഞില്ലേ, കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാർ തന്നെ കുട്ടീനെ പീഡിപ്പിക്കുന്ന കേസുകൾ വരില്ലേ, അങ്ങനെയുള്ള അതിലാണ് 5 അപ്പോൾ അങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രകാരമുള്ള പ്രവൃത്തികളോ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ചാൽ അതിനെ ഗൗരവതരമായ ലൈംഗിക അതിക്രമമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി 9ൻ്റെ പണിഷ്മെൻ്റ് ആണ് എന്തിലുള്ളത്? 10 പണിഷ്മെൻറ്റ് ഫോർ അഗ്രവേറ്റ് സെക്ഷൽ അസാൾട്ട് അല്ലേ. ഗൗരവതരമായ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇത് 10. ഓക്കെ. അതിൻ്റെ ശിക്ഷ എന്താണ് വരുന്നത്? 10 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയാണ്. അപ്പോൾ 9ൻ്റെ പണിഷ്മെൻറ്റ് സെക്ഷൻ 10 അപ്പോൾ അതിൽ പറയുന്നത് 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും കൂടി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് കുട്ടികളുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് ലഭിക്കുന്നത് അല്ലേ. ഏത് ശിക്ഷയാണ് കൊടുക്കുന്നത്? ലൈംഗിക ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഏത് ശിക്ഷയാണ് വരിക? 5 വർഷം വരെ തടവ്. എങ്ങനെയാണ്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. അതും നമുക്ക് ഓപ്ഷനിൽ കിട്ടും കേട്ടോ. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. നമ്മളിപ്പോൾ പഠിച്ചതുമാണ്. നെക്സ്റ്റ് സെക്ഷൻ 11. ഇത്രയും സമയം നമ്മൾ പഠിച്ചതാണ് പ്രധാനപ്പെട്ട സെക്ഷൻ കേട്ടോ. 3 പണിഷ്മെൻറ്റ് 4, 3ൻ്റെ അഗ്രവേറ്റഡ് ഫോമാണ് 5, പണിഷ്മെൻറ്റ് 6, 7ൻ്റെ
പണിഷ്മെൻറ്റ് 8, 7ൻ്റെ അഗ്രവേറ്റഡ് ഫോം 9, പണിഷ്മെൻറ്റ് 10. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഈ ഒരു പ്രശ്നം. ഇനി 11 എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റ്. അപ്പോൾ ലൈംഗിക പീഡനത്തെക്കുറിച്ച് നിർവചിക്കുന്നതാണ് സെക്ഷൻ 11. എന്താണ് ലൈംഗിക പീഡനം എന്ന് നിർവചിക്കുന്നതാണ് എന്തിലുള്ളത്? സെക്ഷൻ 11 ഉള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും? ലൈംഗിക പീഡനമായിട്ടാണ് അത് കണക്കാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈംഗിക പീഡനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 11 11. അപ്പോൾ ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടീനെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കും. 12 എന്ന് പറയുമ്പോൾ എന്തെന്നായിരിക്കും? 11ൻ്റെ പണിഷ്മെൻ്റാണ് വരുന്നത് അല്ലേ. അപ്പം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏത്? സെക്ഷൻ 12. 11ൻ്റെ പണിഷ്മെൻ്റാണ് 12ൽ വരുന്നത്. അതുപോലെ ശിക്ഷ പണിഷ്മെൻ്റാണ് ഇവിടെ കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 3 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും അല്ലേ. അപ്പം 3 വർഷം വരെയുള്ള തടവ് ശിക്ഷയും പിഴയും കിട്ടും. പിഴ ആ കുട്ടി ഇരക്കാണ് കൊടുക്കുക കേട്ടോ, കുട്ടിക്കാണ് കൊടുക്കുക. ഈ സെക്ഷൻ 16 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ 11 വരെ പഠിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് കേട്ടോ. 16 എന്ന് പറഞ്ഞാൽ അബറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ്, അതായത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏത്? പോക്സോയിലെ സെക്ഷൻ 16. കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് ഏത്? 16 വരുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് കംപ്ലൈൻറ്റ് ഫോർ ഫാൾസ് ഇൻഫോർമേഷൻ അല്ലേ. തെറ്റായ വിവരങ്ങൾ കൊടുക്കൂലേ, തെറ്റായിട്ട് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ, അതുമായി ബന്ധപ്പെട്ടാണ്. വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ 22 എന്ന് പറഞ്ഞാൽ വ്യാജ പരാതി ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഇത് സെക്ഷൻ 22 അല്ലേ. അപ്പോൾ അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഒരാളെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ, പോക്സോ കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ അപമാനിക്കണമെന്നോ അപഹരിക്കണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ മാനഹാനി വരുത്തണമെന്നോ, മാനഹാനിയാണ് മെയിനായിട്ട് വരും അല്ലേ, മാനഹാനി വരുത്തണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടി ഇല്ലേ 3, 5, 7, 9 ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്നല്ലേ. ഇതിൻ്റെ അഗ്രവേറ്റഡ് ആണ് ഇത് 5, 7ൻ്റെ അഗ്രവേറ്റഡ് ആണ് 9 അല്ലേ. അത് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് വ്യാജ പരാതി നൽകുകയോ വ്യാജ വിവരം നൽകുകയോ ചെയ്ത അയാളെ 6 മാസം വരെ ആകാവുന്ന തടവിനോ പിഴയ്ക്കോ ഇവ രണ്ടും കൂടി കിട്ടും. അപ്പോൾ കള്ളപ്പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ 3, 5, 7, 9 അത് അങ്ങനെ നടത്തി എന്ന് പറഞ്ഞിട്ട് കള്ളപ്പരാതികൾ പോക്സോ റിപ്പോർട്ട് ചെയ്ത് കള്ള കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ 6 മാസം വരെയുള്ള തടവിനോ പിഴയ്ക്കോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആക്കിയിട്ട് ശിക്ഷ ലഭിക്കുന്നതാണ്. അടുത്തത് അതിൽ തന്നെ എന്ത് പറയുന്നുണ്ട്? എന്നാൽ വ്യാജ പരാതിയോ മറ്റ് വ്യാജ വിവരങ്ങളോ ഒരു കുട്ടിയാണ് നൽകിയതെങ്കിൽ ആ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകാൻ പറ്റൂല, നൽകാൻ പാടില്ല എന്നല്ലേ. 18 വയസ്സിൽ താഴെയുള്ളതാണല്ലോ അല്ലേ. അപ്പം വ്യാജ പരാതി നൽകിയത് കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് എന്തില്ല, അവിടെ ശിക്ഷയൊന്നും ഇല്ല. ഓക്കെ. പിന്നെ അതിൽ മറ്റൊന്ന് പറയുന്നുണ്ട്, കുട്ടി അല്ലാത്ത ഏതെങ്കിലും വ്യക്തി ഒരു കുട്ടിക്കെതിരായി വ്യാജ പരാതിയോ വ്യാജ വിവരമോ നൽകുക വഴി ആ കുട്ടിയെ ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൻ്റെ ബലിയാടാക്കുന്നുവെങ്കിൽ അയാളെ 1 വർഷം വരെ തടവിനോ പിഴക്കോ അല്ലെങ്കിൽ അവ രണ്ടും കൂടി നൽകുന്നതാണ്. അപ്പോൾ കുട്ടിയല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകി ഇനി അല്ലെങ്കിൽ വ്യാജ വിവരം നൽകി അല്ലേ, അങ്ങനെ ആ കുട്ടിയെ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ അല്ലേ, അതായത് കുറ്റകൃത്യത്തിന് ബലിയാടാക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് 1 വർഷം വരെ തടവോ പിഴയ്ക്കോ അല്ലെങ്കിൽ തടവ് ശിക്ഷ 1 വർഷം വരെ തടവ് ശിക്ഷ അതിനുള്ള പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ. ഇനി
പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ, ഏതാണ് പരമാവധി ശിക്ഷ ഇവിടെ വരിക? ഏതാണ്? 6 മാസം തടവാണ് കൊടുക്കുന്നത് അല്ലേ. അടുത്തത്, കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ അല്ലേ, കുട്ടിയല്ലാത്തവർ മുതിർന്ന വ്യക്തി അല്ലേ, ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഏതുവരെയാണ്? അതെ, 1 വർഷം വരെ, അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടോ. അടുത്തത് സെക്ഷൻ 23 23 മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രൊസീജിയർ ഫോർ മീഡിയ, ഈ പോക്സോ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മീഡിയയുമായി ബന്ധപ്പെട്ട നടപടിക്രമത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നതാണ് 23 അല്ലേ. അപ്പോൾ അതിലെന്താ പറയുന്നത്? അപ്പോൾ കുട്ടീൻ്റെ എന്താ പറയുക, പൂർണ്ണം ആധികാരികവും അല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളും ഒരു കുട്ടിയുടെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും ഭംഗം വരുത്തുന്നതുമായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന്. അതായത് കുട്ടീൻ്റെ എന്താണ് ശരിക്ക് ഉള്ള എന്താണ് വെറുതെ പറയുന്ന കേസുകൾ അത്രയും എന്താ പറയുക ആധികാരികമായിട്ട് എന്താണ് കറക്റ്റ് വിവരങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് പൂർണ്ണമല്ലാത്തതും അല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളും ഒരു കുട്ടീൻ്റെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും ഭംഗം വരുത്തുന്നതുമായ വിവരങ്ങൾ മാധ്യമം വഴി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇല്ല, അതുപോലെ തന്നെ കുട്ടീൻ്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് വിടാൻ വേണ്ടി പാടില്ല അല്ലേ. കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോഗ്രാഫ്, കുടുംബ വിവരങ്ങൾ, സ്കൂള്, അയൽപ്പക്കം, കുട്ടിയെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് നയിക്കുന്ന ഒരു വിവരങ്ങളും ഇല്ലേ, മറ്റ് വിവരങ്ങളടക്കം കുട്ടിയെ തിരിച്ചറിയുന്ന ഒരു റിപ്പോർട്ടുകളും യാതൊരു മാധ്യമങ്ങളും പുറത്തുവിടാൻ പാടില്ല. അതായത് കുട്ടിയെ ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസും പുറത്തുവിടാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലേ. പക്ഷേ അങ്ങനെയുള്ള ചില കേസുകളിൽ ഈ നിയമപ്രകാരം കേസ് വിചാരണ ചെയ്യാൻ അധികാരപ്പെട്ട സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യത്തിന് ഉചിതമെന്ന് അഭിപ്രായം ഉള്ള പക്ഷം അത്തരം വെളിപ്പെടുത്തലുകൾ നടത്താൻ പറ്റും. കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിൽ തന്നെ പറയുന്നു, ഒരു മാധ്യമത്തിൻ്റെ പ്രസാധകർ അല്ല, ആരാണോ മാധ്യമത്തിൻ്റെ ആ ഓണർ, ഉടമയോ അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾക്കും വീഴ്ചകൾക്കും ഒറ്റയ്ക്കും കൂട്ടായും ബാധ്യസ്ഥരിക്കും. അപ്പോൾ ആ ഒരു മാധ്യമത്തിൽ ആര് ചെയ്താലും അതിൻ്റെ ഓണറൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവുക. ഇനി ആ 23 തന്നെ 4ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1ാമത്തെ സെക്ഷനിലെയോ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 1ൻ്റെയോ 2ലെയോ വ്യവസ്ഥകൾ പാലിക്കാത്ത ഏതൊരു വ്യക്തിയും കണ്ടോ 6 മാസം മുതൽ 1 വർഷം വരെ ആകാവുന്നതുമായ തടവിനോ പിഴക്കോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടോ ശിക്ഷിക്കപ്പെടും അല്ലെ. മാധ്യമങ്ങൾ ആ ഒരു റൂൾ പാലിച്ചിട്ടില്ലെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ ആകാവുന്നതുമായ തടവിനോ പിഴക്കോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടോ ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോക്സോവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട സെക്ഷൻസുകൾ നമ്മൾ പറഞ്ഞു 3 പ്രധാനപ്പെട്ടതാണ്. 3ൻ്റെ പണിഷ്മെൻ്റ് ആണെന്ത് 4 വരുന്നത്, 3ൻ്റെ അഗ്രവേറ്റഡ് ഫോമാണ് എന്ത് വരുന്നത് 5, 5ൻ്റെ പണിഷ്മെൻറ്റ് 6ആണ്. പിന്നെ 7ൻ്റെ പണിഷ്മെൻറ്റ് 8ഉം 7ൻ്റെ ഗൗരവതരമായ അല്ലെങ്കിൽ അഗ്രവേറ്റഡ് ഫോമാണ് എന്ത് വരുന്നത് 9 വരുന്നത്. 9ൻ്റെ പണിഷ്മെൻ്റ് ആണ് എന്ത് വരുന്നത് 10 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പോക്സോവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള PYQs. അപ്പോൾ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും കമൻറ്റുകൾ ഇടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.